ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ. കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ 4ാം ഭാഗമാണ്. കഴിഞ്ഞ ഭാഗങ്ങൾ ഏവരും കണ്ടുവെന്നും നിങ്ങൾക്കത് ഇഷ്ടമായി എന്നും കരുതുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? ആയില്യം കാവ് ഭാഗം 4. അത്താഴം കഴിഞ്ഞതും ധൃതിയിൽ തൻ്റെ മുറിയിലെത്തിയ അഷ്ടമി നേരെ ചെന്നിരുന്നത് ടേബിളിന് മുന്നിലായിരുന്നു. കുറച്ചു സമയം എന്തൊക്കെയോ ആലോചിച്ചിരുന്ന അവൾ ഒരു പേപ്പർ എടുത്ത് ഇന്നലെ താൻ കണ്ട ഗൗരിയുടെ സുന്ദരമായ രൂപം വരച്ചെടുത്തു. കുറച്ചു സമയം കണ്ണെടുക്കാതെ ആ ചിത്രത്തിലേക്കു തന്നെ അവൾ നോക്കിയിരുന്നു. അഞ്ജനമെഴുതിയ മിഴികളും ചെഞ്ചോര നിറമുള്ള ചുണ്ടുകളും ചുണ്ടിന് മുകളിലായി ഒരു കാക്കപ്പുള്ളിയും ആ ചിത്രത്തെ ജീവനുള്ളതുപോലെ സുന്ദരമായി തോന്നിച്ചു. എന്തൊരു സുന്ദരിയാണ് ഗൗരി നീ! നിനക്കെങ്ങനെയാണ് ഇങ്ങനെയൊരു ദുർവിധി വന്നത്? സത്യത്തിൽ അന്നെന്തായിരുന്നു സംഭവിച്ചത്? ആലോചിക്കെ അഷ്ടമിയുടെ ഉള്ളിലൊരു നോവ് പടർന്നു. ഒരു പക്ഷേ അവൾ ഇന്നും തൻ്റെ അടുത്ത് വരുമായിരിക്കും എന്നു കരുതി അഷ്ടമി ഉറങ്ങാനായി കിടന്നു. അപ്പോഴും അവളുടെ ചിന്ത മുഴുവൻ ഗൗരിയെക്കുറിച്ചായിരുന്നു. ആ രഹസ്യ അറയിൽ വെച്ച് ഗൗരിക്ക് സംഭവിച്ചതെന്താണെന്നറിയാതെ അവളുടെ ഉള്ളാകെ പിടയുകയായിരുന്നു. ഗൗരിയെ ഒരിക്കൽ കൂടി കാണണമെന്ന് അഷ്ടമിയുടെ കണ്ണുകൾ കൊതിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. തലയിൽ ആരോ തലോടുന്നത് പോലെ തോന്നിയാണ് അഷ്ടമി പിന്നീട് കണ്ണുകൾ തുറന്നത്. നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടതുമില്ല. അപ്പോഴാണ് തനിക്ക് ചുറ്റും പരക്കുന്ന പാലപ്പൂവിൻ്റെ സുഗന്ധം അവൾ തിരിച്ചറിഞ്ഞത്. ആ നിമിഷം അവളുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. കാരണം തലേന്ന് രാത്രിയിൽ ഗൗരി വന്നപ്പോൾ ഈ ഗന്ധമുണ്ടായിരുന്നുവെന്ന് അവൾ ഓർത്തു. എന്തിനാണ് ഗൗരി ഈ ഒളിച്ചുകളി? എനിക്ക് മനസ്സിലായി താൻ ഇവിടെ ഉണ്ടെന്ന്. അതു കേട്ടതും മഞ്ഞുകണങ്ങൾ കൂടിച്ചേരുന്നത് പോലെ ഒരു പുകപടലം അഷ്ടമിക്ക് മുന്നിൽ രൂപപ്പെട്ടു. അത് പതിയെ ഗൗരിയായി രൂപാന്തരം പ്രാപിക്കുന്നത് അവൾ കൗതുകത്തോടെ നോക്കി നിന്നു. ഇത്രയും നേരം എനിക്കരികിൽ തന്നെ ഉണ്ടായിരുന്നുല്ലേ നീ? അഷ്ടമി പുഞ്ചിരിയോടെ ഗൗരിയോട് ചോദിച്ചു. ഉവ്, നിനക്കരികിൽ തന്നെ ഞാനുണ്ടായിരുന്നു. പെട്ടെന്ന് എന്നെ കണ്ട് പേടിക്കണ്ട എന്ന് കരുതിയാണ് തനിക്ക് മുന്നിൽ വരാതിരുന്നത്. പുഞ്ചിരിയോടെ തന്നെ ഗൗരി പറഞ്ഞു. ഓ, അതായിരുന്നു കാര്യം. അതൊന്നും ആലോചിച്ച് താനിനി എൻ്റെ മുന്നിൽ വരാതിരിക്കണ്ട. ഇപ്പോഴെനിക്ക് തന്നെ യാതൊരു ഭയവുമില്ല. അല്ലെങ്കിലും നിന്നെപ്പോലൊരു സാധുവിനെ കണ്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ? സാധുവോ? ഞാനോ? നിനക്കറിയില്ല അഷ്ടമി ഞാൻ ആരാണെന്ന്. പൊട്ടിച്ചിരിച്ചുകൊണ്ടത് പറഞ്ഞതും ഗൗരിയുടെ ഭാവം പെട്ടെന്ന് മാറിയത് അഷ്ടമിയെ ഭയപ്പെടുത്തി. പേടിക്കല്ലേ അഷ്ടമി, ഞാൻ വെറുതെ പറഞ്ഞതാണ്. വേഗം തന്നെ ഗൗരി അവളെ ആശ്വസിപ്പിച്ചു. എങ്ങനെയാണ് ഗൗരി നിനക്ക് ഈ ദുർവിധി വന്നത്? അന്നെന്താണ് അവിടെ സംഭവിച്ചത്? അഷ്ടമിയുടെ ചോദ്യം കേട്ടതും ഗൗരി അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നീ എന്നെക്കുറിച്ച് ഏറെക്കുറെ മനസ്സിലാക്കിയല്ലേ? ഏയ്, ഏറെക്കുറെ എന്നൊന്നും പറയാനില്ല. എങ്കിലും നീയും ആ അമ്മയും നാഗമാണിക്യത്തിന് പൂജ ചെയ്യാൻ പോയതുവരെ ഞാൻ അറിഞ്ഞു. അതെ, അന്നായിരുന്നു എൻ്റെ തലവിധി മാറി മറിഞ്ഞ ദിവസം. അനന്തപഞ്ചമി എന്നാൽ ഞങ്ങൾക്ക് അതിവിശേഷപ്പെട്ടൊരു ദിവസമായിരുന്നു. അതുകൊണ്ടുതന്നെ ഞങ്ങളെല്ലാം വലിയ സന്തോഷത്തിലായിരുന്നു. അന്ന് വല്യമ്മയ്ക്കൊപ്പം ഞാനും ആ രഹസ്യ അറയിലേക്ക് പോയി. അവിടെയുള്ള നാഗരാജാവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ സൂക്ഷിച്ചിരിക്കുന്ന നാഗമാണിക്യത്തെ തൊഴുത് 7 തിരിയിട്ട വിളക്കിൽ ദീപം തെളിയിച്ച് പൂക്കളും തുളസിയിലയും അർപ്പിച്ചു. പൂജ കഴിഞ്ഞതും നാഗമാണിക്യത്തിൽ നിന്നും അഭൗമമായ ഒരു പ്രകാശം ബഹിർഗമിക്കാൻ തുടങ്ങി. മണിക്കൂറുകൾക്കൊടുവിൽ പൂജകളെല്ലാം അവസാനിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോയ തളികയും പൂജാ സാധനങ്ങളും എടുത്ത് പുറത്തേക്ക് കടക്കാനായി വാതിലിന് അടുത്തെത്തിയ ഞങ്ങൾക്ക് വാതിൽ തുറക്കാനായില്ല. പലവട്ടം തുറക്കാനായി ശ്രമിച്ചെങ്കിലും ഞങ്ങൾ പരാജയപ്പെട്ടു പോയി.
അപ്പോഴാണ് മനസ്സിലായത് ആ വാതിൽ പുറത്തുനിന്നാരോ ബന്ധിച്ചിരിക്കുകയാണെന്ന്. ചിലപ്പോൾ ആർക്കെങ്കിലും അബദ്ധം പറ്റിയതാകാം എന്നു കരുതി പലതവണ വാതിലിൽ തട്ടി വിളിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അതേസമയം മുറിയിലാകമാനം രൂക്ഷഗന്ധത്തോടു കൂടിയ പുക പരക്കാൻ തുടങ്ങി. അതോടെ ശ്വാസമെടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായി. നിമിഷങ്ങൾക്കകം ഞങ്ങൾ ബോധരഹിതരായി നിലം പതിച്ചു. പിന്നീട് ഞാൻ ഉണർന്നപ്പോൾ തേങ്ങലോടെയാണ് ഗൗരി അത് പറഞ്ഞതെങ്കിലും ആ സമയം അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് ദേഷ്യമാണോ സങ്കടമാണോ എന്ന് കണ്ടെത്താൻ അഷ്ടമിക്ക് കഴിഞ്ഞില്ല. അവർ അന്നു തന്നെ മരണപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അവൾക്ക് തോന്നിയെങ്കിലും ഇത്രയും വേദന അവർക്ക് അനുഭവിക്കേണ്ടി വന്നുവെന്നത് അഷ്ടമിയെയും ഒരുപാട് വേദനിപ്പിച്ചു. ഗൗരിയെ സമാധാനിപ്പിക്കാൻ എന്നോണം അവളും ഗൗരിക്കരികിൽ ഇരുന്നു. എങ്കിലും ഗൗരിയുടെ മുഖഭാവത്തിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോഴും സാന്ത്വനമെന്നോണം അഷ്ടമി അവൾക്കടുത്തു തന്നെ ഇരിപ്പുണ്ടായിരുന്നു. പതിയെ ഗൗരിയുടെ കണ്ണുകളിലെ തീവ്രത കുറഞ്ഞു വന്നു. കണ്ണുകൾ ഒന്നമർത്തി തുടച്ചുകൊണ്ട് ഗൗരി അവിടെ നിന്നും എഴുന്നേറ്റു. ഒന്ന് ചോദിച്ചോട്ടെ ഗൗരി? അഷ്ടമി ചോദിച്ചത് കേട്ട് എന്തെന്ന ഭാവത്തിൽ ഗൗരി അവളെ നോക്കി. ആ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്? അഷ്ടമിയുടെ ചോദ്യത്തിന് മുന്നിൽ കുറച്ചു സമയം അവൾ നിശബ്ദയായിരുന്നു. പിന്നെ പറഞ്ഞു തുടങ്ങി. ഞങ്ങൾ ബോധരഹിതരായ ശേഷം എന്താണ് സംഭവിച്ചതെന്നറിയില്ല. കുറേ സമയത്തിനു ശേഷം ഞാൻ കണ്ണുകൾ തുറക്കുമ്പോൾ കണ്ടത് നിർജീവമായ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വല്യമ്മ എന്നെ തന്നെ നോക്കി നിൽക്കുന്നതായിരുന്നു. വല്യമ്മേ എന്ന് വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ എൻ്റെ ശരീരത്തിന് തീരെ ഭാരമില്ലായിരുന്നു. വായുവിൽ ഒഴുകി നടക്കുന്നൊരു പ്രതീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ ഉറക്കെ വിളിച്ചിട്ടും വിളി കേൾക്കാത്തതുപോലെ നിർവികാരയായി എന്നെ തന്നെ നോക്കി നിൽക്കുന്ന വല്യമ്മയെ കണ്ട് എനിക്കെന്ത് ചെയ്യണമെന്നറിയുന്നില്ലായിരുന്നു. മറ്റൊന്നും ചിന്തിക്കാൻ എനിക്ക് സമയവുമില്ല. വേഗം തന്നെ ഞാൻ വല്യമ്മയുടെ അടുത്തേക്ക് ഓടി. എന്നാൽ എത്രയൊക്കെ ഓടിയിട്ടും എനിക്ക് വല്യമ്മയുടെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല. ഞാൻ അതിനായി ശ്രമിക്കും തോറും ഞങ്ങൾക്കിടയിൽ അകലം കൂടുന്നത് പോലെ. അവസാനം എൻ്റെ വല്യമ്മ ഒരു പ്രകാശകിരണമായി നാഗമാണിക്യത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് ഞാൻ കണ്ടത്. അതോടെ അലറിക്കരഞ്ഞുകൊണ്ട് ഞാനും ആ പ്രകാശകിരണത്തിന് നേർക്ക് പാഞ്ഞെടുത്തു. പക്ഷെ എൻ്റെ നിർഭാഗ്യമായിരിക്കണം, എന്തിലോ തട്ടി ഞാൻ താഴെ വീണു. എന്തിലാണ് തട്ടിയതെന്ന് നോക്കിയ ഞാൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം തറയിൽ കിടക്കുന്നത് എൻ്റെ തന്നെ ശരീരമായിരുന്നു. വല്ലാതെ ഭയന്നുപോയി ഞാൻ. പതിയെ ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ ദേഹവും ദേഹിയും രണ്ടായി പിരിഞ്ഞുവെന്ന്. എന്നിട്ടും അതൊന്നും ഉൾക്കൊള്ളാൻ എനിക്ക് കഴിഞ്ഞില്ല. ഒരുപാട് സമയമെടുത്താണ് ഞാൻ ആ സത്യം ഉൾക്കൊണ്ടത്. അപ്പോൾ നിനക്കറിയില്ലേ ഗൗരി, നീ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന്? ഇല്ല, അതെനിക്കറിയില്ല. പക്ഷേ ഒന്നറിയാം, ഞങ്ങളെ ആരോ മനഃപൂർവ്വം ഇല്ലാതാക്കുകയായിരുന്നു. അതിനു വേണ്ടിയായിരിക്കണം അന്നു ഞങ്ങളെ അവിടെ പൂട്ടിയിട്ടതും വിഷപ്പുക അകത്തേക്ക് കയറ്റിവിട്ടതും. അതെങ്ങനെ നിനക്ക് ഉറപ്പിച്ചു പറയാനാകും? അഷ്ടമി സംശയത്തോടെ ഗൗരിയെ നോക്കി. അന്ന് മുറിയിൽ പുക പരക്കുമ്പോൾ അപ്പുറത്ത് നിന്നാരോ നടന്നു പോകുന്നത് ഞാൻ അവ്യക്തമായി കണ്ടിരുന്നു. അതുപോലെ ആരുടെയോ പദശബ്ദവും. എന്നാലും നിങ്ങളെ എന്തിനാകും ഇല്ലാതാക്കിയത്? ആരായിരിക്കും അത്തരമൊരു ക്രൂരത ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല അഷ്ടമി. അതെനിക്ക് കണ്ടുപിടിക്കണം, കണ്ടുപിടിച്ചേ മതിയാകൂ. അതിനാണ് എനിക്ക് നിന്റെ സഹായം വേണ്ടത്. സഹായിക്കില്ലേ നീ എന്നെ? വീണ്ടും ഗൗരി ആ ചോദ്യം ചോദിച്ചു. എനിക്കതിന് എങ്ങനെ കഴിയുമെന്നാണ് ഗൗരി? നിമിഷങ്ങൾക്കുള്ളിൽ എന്തും ചെയ്യാൻ കഴിവുള്ളൊരു ആത്മാവായിരുന്നിട്ട് പോലും നിനക്ക് ചെയ്യാൻ കഴിയാത്തത് കേവലം ഒരു മനുഷ്യനായ എന്നെക്കൊണ്ട് സാധിക്കുമോ?
അഷ്ടമി ഉള്ളിലെ സംശയം മറച്ചുവെച്ചില്ല. നിനക്കതിനു കഴിയും അഷ്ടമി. എനിക്ക് കഴിയാതെ പോയത് നിന്നിലൂടെ സഫലമാക്കും ഞാൻ. ഗൗരിയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. എന്തുകൊണ്ടാണ് ഗൗരി ഇത്രയും ഉറപ്പിൽ പറയുന്നതെന്ന് അഷ്ടമിക്ക് മനസ്സിലായില്ലെങ്കിലും എങ്ങനെയും അവരുടെ മരണരഹസ്യം കണ്ടെത്തണമെന്ന് അവൾ മനസ്സിൽ ഉറപ്പിച്ചു. നിനക്കു വേണ്ടി എന്നെക്കൊണ്ടാകുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്യാൻ ഗൗരി. കാരണം ഒരു തെറ്റും ചെയ്യാത്ത 2 സ്ത്രീകളെ കൊന്നത് ആരായാലും അവൻ പാപിയാണ്. അവനുള്ള ശിക്ഷ ഉറപ്പായും കിട്ടണം. ഗൗരവത്തോടെ അഷ്ടമി അത് പറഞ്ഞതും ഗൗരിയുടെ ചൊടിയിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. പതിയെ അവൾ മഞ്ഞുകണങ്ങളായി അപ്രത്യക്ഷയായി. രാവിൻ്റെ യാമങ്ങളെങ്ങോ ഓടിയൊളിച്ചു. പുലരിക്ക് സ്വാഗതമരുളിക്കൊണ്ട് അരുണന്റെ കിരണങ്ങൾ മണ്ണിൽ പതിച്ചു. പതിവ് പോലെ രാവിലെ കാവിൽ വിളക്ക് വയ്ക്കാനായി പോകുമ്പോഴും അവരെ കാത്തെന്നോണം ആ ചെറുപ്പക്കാരൻ വഴിയരികിൽ ഉണ്ടായിരുന്നു. നടന്നുവരുന്ന അഷ്ടമിയെ കണ്ടതും ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളം ആർദ്രമായി. ഇത്തവണ നക്ഷത്ര അവനെ ശ്രദ്ധിച്ചെങ്കിലും അവൾക്ക് അയാളെ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അവനെ കണ്ടതായി ഭാവിച്ചില്ല. ദിവസങ്ങൾ കൊഴിഞ്ഞുകൊണ്ടിരുന്നു. തങ്ങളെ കാണാനെന്നോണം ആ ചെറുപ്പക്കാരൻ ദിവസവും കാവിലേക്കുള്ള വഴിയിൽ നിൽക്കുന്നത് അഷ്ടമിയും നക്ഷത്രയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരവും പതിവ് പോലെ കാവിലേക്ക് നടക്കുകയായിരുന്നു അവർ. അപ്പോഴും ആ ചെറുപ്പക്കാരൻ അവിടെ തന്നെയുണ്ടായിരുന്നു. അവനെ മറികടന്നവർ മുന്നോട്ട് നടന്നു. അതെ, ഒന്ന് നിൽക്കണേ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് ആ ചെറുപ്പക്കാരൻ പുറകിൽ നിന്ന് വിളിച്ചത് കേട്ടതും അഷ്ടമിയും നക്ഷത്രയും സംശയത്തോടെ അയാളെ തിരിഞ്ഞു നോക്കി. തുടരും. നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഭാഗവുമായി നാളെ കാണാം. ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ. അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ. ഏവർക്കും ശുഭരാത്രി, സുഖനിദ്ര.